ഹലോ, എൻ്റെ എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്ന് ലൈവായിട്ട് ചായയും സ്നാക്സൊക്കെ നമുക്ക് ലഭിക്കും. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇനി വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പയ്യെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പോയി. ആദ്യം കയറാനായിട്ട് കൂടെയുള്ളവർക്കൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമില്ലെന്ന് മനസ്സിലായി. അവരും എല്ലാം കയറി. പക്ഷെ നല്ല രസമായിരുന്നു കയറി കഴിഞ്ഞപ്പോഴേക്ക്. ഈ ഏരിയ ഫുൾ ഇവരുടെ സ്റ്റാഫ് ധാരാളമായിട്ടുണ്ട്. എല്ലാവരും നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല. എന്ത് വന്നാലും അവർ നോക്കുമെന്നൊരു ധൈര്യം നമുക്കുണ്ട്. പിന്നെ ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിൽ ഒരു 90% കോംപ്ലിമെൻ്ററി ആണ്. ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമേ അവർ ഫീസ് ഈടാക്കുന്നുള്ളൂ. ഇതിനടുത്തായി തന്നെ സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്കിംഗ്, ചങ്ങാടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവ് കൊണ്ട് എല്ലാത്തിലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കാരണം ബോട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കഴിഞ്ഞ് പിന്നെ സന്ധ്യയായി. പിന്നെ ഞങ്ങൾക്ക് പൂളിലൊക്കെ ഇറങ്ങാനുള്ളത് ഞങ്ങൾക്ക് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് നേരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ളൊരു ഊഞ്ഞാലാടുന്ന സ്ഥലത്തേക്ക് പോയി. ഇതിന് തൊട്ടടുത്ത് കാണുന്ന തടാകമില്ലേ, അതിന് നടുക്കായിട്ട് ഒരു ദ്വീപ് പോലെയുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അവിടെ പക്ഷേ ചെല്ലണമെങ്കിൽ നമ്മൾ ചങ്ങാടത്തിൽ കൂടെ വേണം ചെല്ലാനായിട്ട്. എന്നിട്ട് നമുക്ക് അവിടെയും വേണേൽ ഊഞ്ഞാലാടിയിട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഇവിടെ തന്നെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഹൗസ് ബോട്ട് എടുക്കാറായി. അപ്പം നമ്മൾ ഹൗസ് ബോട്ട് കയറാനുള്ളതുകൊണ്ട് നേരെ അവിടെ നിന്ന് ഹൗസ് ബോട്ടിലേക്ക് പോയി. ഇവരെല്ലാം നമ്മളെപ്പോലെ തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നവരാണ്. അവിടെ എല്ലാ ദിവസവും ഇതുപോലെ തിരക്കായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ റൂമുകളൊന്നും കാലിയായി കിടക്കാറില്ല. എപ്പോഴും റൂം പ്രീ ബുക്കിംഗ് ആയിരിക്കും. നമ്മൾ തന്നെ വളരെ പാടുപെട്ടാണ് ഒരു റൂമൊക്കെ സംഘടിപ്പിച്ചത്. ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫുകളാണ്. എപ്പോഴും നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഈ സ്റ്റാഫ് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടാവും. അത് വഴക്കോ ബഹളമോ ഒക്കെ ആണെങ്കിൽ ഉടനെ ഇവർ ആ കുട്ടിയെ കെയർ ചെയ്തോളും. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിത്തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളവിടെ കണ്ടു. നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് അവിടെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെപ്പോലെ തന്നെയാണ് എല്ലാ സ്റ്റാഫും നമ്മളോട് പെരുമാറിയത്. നമ്മൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്ത് കണ്ട സ്പീഡ് ബോട്ടില്ലേ, അതാണ് ഈ പോകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം കായലിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ചങ്ങാടത്തിൽ കൂടെയൊക്കെ സഞ്ചരിച്ചു. ഞങ്ങളുടെ പുറകിൽ കാണുന്ന ആ കടവിൽ നിന്നാണ് പെഡൽ ബോട്ടും കയാക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിലും കയറാം. സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല.
പിന്നെ ഞാൻ ആടണ്ടോ തിരിച്ചു കറിക്ക് കേറുമ്പോ ഒരാൾ വെള്ളത്തിൽ കളക്കരുത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയത്. ഇത് ഫിഷ് ഫീഡിങ് ചെയ്യാനുള്ള സ്ഥലമാണ്. രാവിലെയും വൈകുന്നേരവും നമുക്കിവിടെ ഫിഷ് ഫീഡിങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അലർച്ച കേൾക്കും. ഞങ്ങൾ പൂളി പോവുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ അത് കാഴ്ചയില് പൂളിൽ ഇറങ്ങിയത് പിള്ളേർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. അവർ തിരിച്ച് കയറിയപ്പോഴേക്കും നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. രാത്രിയാകുന്നവരെ എല്ലാം പൂളിൽ തന്നെയായിരുന്നു. പൂളിൽ നിന്ന് നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ മോഹിനിയാട്ടമുണ്ട് വൈകുന്നേരം. അപ്പോൾ അതുമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് പോയത്. അവിടുന്ന് നേരെ ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. ഇത് ബാത്റൂമിലെ സാരിയും കട്ടനാണ്. അവരതൊക്കെ പൊക്കി കളിക്കുകയാണ്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഫ്രൂട്ട് സലാഡും സ്മൂത്തിയൊക്കെ വാങ്ങിച്ചു. നമുക്ക് റൂം സർവീസും ഉണ്ട്, വിളിച്ച് പറഞ്ഞാൽ മതി, അവർ കൊണ്ടുത്തരും. മീനുകുട്ടിക്ക് ബോട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു ജലദോഷം പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾക്ക് തണുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡും ഒരു മാംഗോ സ്മൂത്തിയുമാണ്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും സ്വീറ്റ്സും ഒക്കെ നമ്മുടെ മുറിയിൽ തന്നെയുള്ള ഫ്രിഡ്ജിലുണ്ട്. നമുക്കത് എടുത്തിട്ട് അവസാനം നമ്മൾ പോകാൻ നേരത്ത് പേ ചെയ്താലും മതി. അവിടെ ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഇതുപോലെ ഓർഡർ ചെയ്താൽ അവർ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഒരു ക്യാനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ മാറ്റിത്തരാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കൂടി റൂമിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും നൈറ്റ് വാക്കിനിറങ്ങി. നല്ല രസമാണ് രാത്രി ഇങ്ങനെ റിസോർട്ടിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ചുമ്മാ അത് വഴിയൊക്കെ നടന്ന് പാതിരാത്രി ആയപ്പോഴാണ് വന്ന് റൂമിൽ കിടന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ റിസോർട്ടിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. Okay.